പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ പാട്ടുകളുമായി ലൈവിൽ വരുവാൻ ദൈവം സഹായിച്ചോർത്ത് ആ യേശുവിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സപ്പോർട്ടിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ ജോബിന് ശാരീരികമായിട്ട് അസ്വസ്ഥതയുണ്ടായിരുന്നു, പനിയുടെ അതുപോലെ അസ്വസ്ഥതയുണ്ടായിരുന്നു. ഇടയ്ക്ക് ഹോസ്പിറ്റലിലെല്ലാം ഒന്ന് ട്രിപ്പിട്ട് കിടക്കുകയുണ്ടായി. എന്നാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. ഞങ്ങൾക്ക് ആരോഗ്യം ബലം തരുന്ന ആ ദൈവത്തിൻ്റെ കൃപയോർത്ത് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒന്ന് രണ്ട് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഞങ്ങളോടുകൂടെ പങ്കുചേരുക. ഞങ്ങളോട് പാട്ടുകൾ നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ആദ്യമായിട്ട് ഞങ്ങൾ പാടുവാൻ പോകുന്നത് ഞങ്ങൾ നേരത്തെ ഇതിനു മുന്നേ പാടിയിട്ടുള്ള ഒരു സോങ്ങാണ്. മനസ്സാകുമോ സുഖമാകുവാൻ മതിയാവില്ല മരുന്നേതുമേ, എഴുന്നള്ളനമേ പ്രഭയോടെ നീ മുറിവേറ്റു വാങ്ങാൻ എന്ന് തുടങ്ങുന്ന സോങ്ങാണ്. KS ചിത്ര പാടിയ ഒരു സോങ്ങാണ്. അത് നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെയുള്ള പ്രാർത്ഥനയോടെയാണ് വീണ്ടും ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കൊരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. മനസ്സാകുമോ സുഖമാകുവാൻ മതിയാവില്ല മരുന്നേതുമേ, എഴുന്നള്ളണേ പ്രഭയോടെ നീ മുറിവേറ്റുവാങ്ങാൻ, എഴുന്നള്ളണേ പ്രഭയോടെ നീ മുറിവേറ്റുവാങ്ങാൻ. മനസ്സാകുമോ
എൻ്റെ പങ്കപ്പാടുകളും ആശങ്കകളുമായി വീഴും. അങ്ങേ മാർബിൽ തല ചായ്ച്ചുറങ്ങിടുമ്പോൾ മാറാവ്യാധികളും മാറും. അങ്ങേ മുമ്പിലെൻ്റെ പങ്കപ്പാടുകളും ആശങ്കകളുമായി വീഴും. അങ്ങേ മാർബിൽ തല ചായ്ച്ചുറങ്ങിടുമ്പോൾ മാറാവ്യാധികളും മാറും. അതിഘോഷവും കൂടാതെ ഞാൻ മൃദുഗീതമാ സ്തുതി പാടിടും. വേനൽ ചൂടുരുകി വീഴും എൻ മനസ്സിൽ ഒരു പുതുമഴയുടെ കുളിരായി മാറും. മനസ്സാകുമോ സുഖമാകുവാൻ? മതിയാവില്ല മരുന്നേതുമേ. ദൈവനീതിയെന്നും പൂർത്തിയാക്കി അങ്ങ് സ്വന്തമായി വന്നു ചേരാൻ. ചെന്തി പോലെ എൻ്റെ ഉള്ളിലാളുമൊരു ചിന്താഭാരമകന്നീരാൻ. ദൈവനീതിയെന്നും പൂർത്തിയാക്കി അങ്ങ് സ്വന്തമായി വന്നു ചേരാൻ. ചെന്തേ പോലെ എൻ്റെ ഉള്ളിലാളുമൊരു ചിന്താഭാരം ആകമീരാം. മനഃശാന്തിയും മഴത്തൂകളേ മനസ്താപമാ മിഴിനീരിതാ മുട്ടിപ്പായി നിന്ന് യാചിച്ചിടുവിനി തിരുഹിതമറിയുവാൻ കഴിവെനിക്കേകും. മനസ്സാകുമോ സുഖമാകുവാൻ? മതിയാവില്ല മരുന്നേതുമേ. എഴുന്നള്ളണേ പ്രഭയോടെ നീ മുറിവേറ്റുവാൻ. എഴുന്നള്ളണേ പ്രഭയോടെ നീ മുറിവേറ്റുവാൻ. മനസ്സാകുമോ ഹല്ലേലൂയ. ഈ പാട്ട് പാടി നിങ്ങൾക്ക് ആശ്വാസമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും ഒന്ന് രണ്ട് പാട്ടുകൾ കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങൾക്കെല്ലാവർക്കും കേട്ടിട്ടുള്ള ഒരു സോങ് ആണ് അടുത്തായിട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നത്. ബ്രദർ ജോബിനാണ് പാടുന്നത്. അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്തകൃപ പെരുന്നതിയെ, അനുദിനം നിൻ പദംഗതിയെ, അടിയാന്നു നിൻ കൃപമതിയെ എന്ന് തുടങ്ങുന്ന സോങ്ങാണ്. ആ പഴയ സോങ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുമിച്ചാണ് ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ പോകുന്നത്. നിങ്ങളും ഈ വരികൾ ചേർന്ന് പാടണം. വൻവിനകൾ വന്നിടുകിൽ വലയുകയില്ലൻ ഹൃദയം, വല്ലഭൻ നീ എന്നെ അഭയം, വന്നിടുമോ പിന്നെ ഭയം. നമുക്ക് എന്തൊക്കെ ഈ ലോകത്തിൽ കടന്നു വന്നാലും എൻ്റെ ഹൃദയം വലയുകയില്ല,
ആ വല്ലഭൻ നീ എന്നെ അഭയം, യേശു എൻ്റെ അഭയമായിരിക്കുന്നു. ആ ഒരു പ്രത്യാശയോടെ നമുക്ക് ചേർന്ന് ഈ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. ദൈവം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഈ സന്ധ്യാസമയം നിങ്ങളോട് ചേർന്ന് അയക്കുവാൻ ദൈവയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ രോഗത്താൽ ഭാരപ്പെട്ടു. ദൈവം സൗഖ്യം തന്നെ ഇത്രത്തോളം ബലം തന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയാണ്. യേശുനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. പാട്ട്
ഹല്ലേലൂയ. വീണ്ടും ദൈവത്തെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ഇതും ഈ സോങ് ഞങ്ങളുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത ആ ടൈമിൽ പാടിയിട്ടുള്ള ഒരു സോങ്ങാണ്. നമ്മളെ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കാത്തു പരിപാലിക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു സോങ്ങാണ്. പാസ്റ്റർ അനിൽ അടൂരിൻ്റെ സോങ്ങാണ്. കഴിഞ്ഞ ആണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും നന്നായി നടത്തി, കാൽ കല്ലിൽ തട്ടാതെ കരം പിടിച്ച് തോളിൽ വഹിച്ചു എൻ അപ്പനെ പോലെ. നമ്മുടെ ദൈവം അങ്ങനെയാണ് നമ്മളെ പോറ്റി പുലർത്തുന്നത്. എത്ര പേർക്ക് ആ ഒരു വിശ്വാസമുണ്ട്? നമ്മുടെ കാൽ കല്ലിൽ തട്ടി നമ്മൾ വീണു പോകാറുന്ന സാഹചര്യം അനേകം ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വന്നേക്കാം. എന്നാൽ നമ്മെ തോളിൽ വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ കരം പിടിച്ചുകൊണ്ട് നമ്മളെ വഴി നടത്തുന്ന ആ യേശുവിൻ്റെ സ്നേഹത്തെയാണ്. അതുകൊണ്ട് ചേർന്നിങ്ങനെ പാടണം അതിൻ്റെ കോറസ്. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എൻ അപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എൻ യേശുവെ. ഹല്ലേലൂയ. ആ യേശുവിനെ മാത്രം ഞാൻ ഉയർത്തും, ആ യേശുവിനെ മാത്രം ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശ എത്ര പേരുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രികാലമുണ്ട്? നമ്മൾ ചോദിച്ചതിലും നനച്ചതിലും നമ്മളെ അത്യന്തപരമായി നമുക്ക് നൽകിയും, അതുപോലെ എൻ്റെ കഴിവിനാൽ ഒന്നും നേടിയതല്ല, തൻ്റെ കൃപ, യേശുവിൻ്റെ കൃപ എന്നിലേക്ക് പകർന്നു തന്നതിനാൽ മാത്രമാകുന്നു ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അങ്ങേ മാത്രം, യേശുവിനെ മാത്രം ഞാൻ ഉയർത്തും, യേശുവിനെ മാത്രം ഞാൻ ആരാധിക്കും എന്നൊരുമിച്ച് നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. കഴിഞ്ഞാണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും നന്നായി നടത്തി. കഴിഞ്ഞാണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും നന്നായി നടത്തി. കാൽ കല്ലിൽ തട്ടാതെ കരം പിടിച്ചും തോളിൽ വഹിച്ചും എന്നപ്പനെ പോലെ. കാൽ കല്ലിൽ തട്ടാതെ കരം പിടിച്ചും തോളിൽ വഹിച്ചും എന്നപ്പനെ പോലെ. താലോലിച്ചിടും എൻ തായെ പോലെയും, താലോലിച്ചിടും എൻ തായെ പോലെയും. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എൻ യേശുവേ. അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ എൻ യേശുവേ. നനച്ചതിലും അത്യന്തപരമായി എന്നിൽ നൽകിയും എൻ്റെ കഴിവിനാൽ ഒന്നും നേടിയതല്ല, തൻ കൃപയല്ല എല്ലാം ഏകിടുന്നതും അളവില്ലാത്ത ഈ നിമിഷം വരെ എന്നെ പോറ്റി പുലർത്തുന്ന ആ യേശുവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തം പരമായി എന്നിൽ നൽകിയും. ഞാൻ ചോദിച്ചതിലും ഞാൻ നിലച്ചതിലും അത്യന്തം പരമായി എന്നിൽ നൽകിയും. എൻ കഴിവിനാൽ ഒന്നും നേടിയില്ല
തോളിൽ വഹിച്ചും എന്നപ്പനെ പോലെ ചേർന്ന് പണം കല്ലിൽ തട്ടാതെ കാരം പിടിച്ചും തോളിൽ വഹിച്ചും എന്നപ്പനെ പോലെ താലോലിച്ചിടും എൻ തായെ പോലെയും താലോലിച്ചിടും എൻ തായെ പോലെയും അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ ചർമ്മണം അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ അങ്ങേ മാത്രം ഉയർത്തിയിടുന്നേ എന്നപ്പനെ അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്നേശുവേ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാൻ സാധിക്കണം, ആ യേശുവിനെ മാത്രം, എൻ്റെ അപ്പനാകുന്ന, സ്വർഗത്തിലെ അപ്പനാകുന്ന യേശുവിനെ മാത്രം ഞാൻ ആരാധിക്കും, ആ യേശുവിൻ്റെ നാമത്തെ മാത്രം ഞങ്ങൾ ഉയർത്തും എന്ന് ഞങ്ങളോട് ചേർന്ന് പറയാൻ സാധിക്കണം. അതാകുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഗ്ലോറി ടു ജീസസ് പത്തനാപുരം എന്നുള്ള ആ പേര് ദൈവഹിതത്താൽ, ദൈവം തന്ന നിയോഗത്താൽ ഞാൻ ഞങ്ങളുടെ ടീമിന് വേണ്ടി ഇട്ടത്. കാരണം യേശുവിൻ്റെ അത് മാത്രം, യേശുവിനെ ഉയർത്തുക എന്ന് മാത്രമാകുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ആ യേശുവിനെ ആരാധിക്കുക എന്ന് മാത്രമാകുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അല്പസമയം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനിയുള്ളതിൽ ഇളയവൻ ഉണ്ട്, അവൻ ആടുകളെ മേയ്ക്കാകുന്നു എന്ന് പറഞ്ഞു. വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പിന്തിരികയില്ല എന്ന് കൽപ്പിച്ചു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്ത ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരങ്ങളുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ഈ ഒരു ദൈവവചനം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളവർ കാണും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ വായിച്ചിട്ടുള്ളവർ കാണും. ഇത് ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സന്ദർഭമാണ്. ദാവീദ്, അതായത് ദൈവം ശൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു ശമൂവേൽ. എന്നാൽ ദൈവഹിതത്തിന്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ നിയോഗമല്ലാതെ, ദൈവഹിതത്തിന് ദൈവനിയോഗമല്ലാത്ത അവൻ ചെയ്തു, ശമൂവേൽ ചെയ്തു, ശൗൽ ചെയ്തു. എന്നാൽ അപ്പോൾ ദൈവം എന്താണ്, അവനെ രാജ്യസ്ഥാനത്ത്, രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് രാജാവാക്കി വെച്ചിരുന്ന ആ ശൗലിനെ അവിടെ നിന്ന് മാറ്റുവാൻ ദൈവഹിതപ്രകാരം നിയോഗമായി. അതുകൊണ്ടാണ് ശമൂവേൽ എന്താണ്, ഈശായിയുടെ ഭവനത്തിലേക്ക് ചെന്നു. അപ്പോൾ പുത്രന്മാർ ഒരുപാടുണ്ട്. പുത്രന്മാരെ ശമൂവേലിൻ്റെ ദൈവഹിതപ്രകാരമാണ് ചെന്നത്. അതിൻ്റെ മുന്നിലത്തെ 10-ാമത്തെ വാക്യത്തിലെല്ലാം പറയുന്നു, അങ്ങനെ ഈശ 7 പുത്രന്മാരെ ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശമൂവേൽ ഈശായോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ 7 പേര് കൊണ്ട് നിർത്തി ശമൂവേൽ ഈശായ. അപ്പോൾ ശമൂവേൽ പറഞ്ഞു, ദൈവഹിതപ്രകാരം, അല്ലെങ്കിൽ ദൈവം കൊടുത്ത നിയോഗപ്രകാരം ശമൂവേൽ പറയുകയുണ്ടായി, ഇവരൊന്നുമല്ല, 7 പേരുണ്ടായിരുന്നു. അവർ ശക്തന്മാരാണ്, ദാവീദിനേക്കാൾ ശക്തന്മാരായിരിക്കാം, ദാവീദിനേക്കാൾ ആരോഗ്യമുള്ളവരായിരിക്കാം. എന്നാൽ ദൈവം അവരെ ഒന്നും അല്ലായിരുന്നു തിരഞ്ഞെടുത്തത്. കാരണം അതിൽ തന്നെ എഴുതിയിരിക്കുന്നു, നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരൊന്നുമല്ല, 7 പേരെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്താൽ അവരിൽ ആരെന്ന് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി കൊണ്ട് ഫ്രണ്ടിൽ നിർത്തി. എന്നാൽ അവരെ ഒന്നും അഭിഷേകം ചെയ്യുവാൻ ദൈവനിയോഗം കൊടുത്തില്ല ശമൂവേലിന്. എന്നാൽ ഇനിയും എല്ലാവരുമായോ, ഇനി ആരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യമാണ് ഞാൻ വായിച്ച വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്.
ചോദിച്ചതിന് ഇനിയുള്ളവൻ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇളയവനാകുന്ന ദാവീദ് ഉണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ആടുകളെ മേയ്ക്കുന്ന ഒരു വ്യക്തി എങ്ങനെയെന്ന്, ആട്ടിടയന്മാർ എങ്ങനെയെന്ന്. കാരണം ആടിൻ്റെ വാസന, അല്ലെങ്കിൽ അവർ ആടിൻ്റെ കൂടെയായിരിക്കും, അല്ലെങ്കിൽ ആടിനോട് ചേർന്നായിരിക്കും ഏത് സമയം ആടുകളെ മേയ്ക്കുക. അവൻ്റെ തൊഴിൽ അതാണ്, അവൻ്റെ ജോലി അതാണ്. അതുകൊണ്ട് ആടിൻ്റെ ആ ഒരു പ്രകൃതി, അല്ലെങ്കിൽ ആ ഒരു വാസന എങ്ങനെ, അതായിരിക്കും അവനുള്ളത്. ആ ഒരു ചിലപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം, അവർ വൃത്തിയുള്ള വസ്ത്രമല്ലായിരിക്കാം. മറ്റുള്ളവരെല്ലാവരും മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവർ നല്ല വൃത്തിയുള്ള വസ്ത്രമായിരിക്കും ധരിച്ചത്. എന്നാൽ ദാവീദ് അങ്ങനെ ആയിരിക്കത്തില്ല. കാരണം അവൻ ആടിൻ്റെ കൂടെ, അല്ലെങ്കിൽ ദാവീദ് ആടിൻ്റെ കൂടെ ആണ് എപ്പോഴും മേയ്ക്കുന്ന ജോലിയായതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ചിന്താഗതി ആയിരിക്കും ദാവീദിന്. എന്നാൽ അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചത്. എന്താണ്? അവൻ വന്നിട്ടല്ലാതെ നാം പിന്തിരികയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ എന്താണ്, ദാവീദ് എങ്ങനെയുള്ളവനായിരുന്നു? പവിഴ നിറമുള്ളവൻ, സുനേത്രനും കോമള രൂപിയായിരുന്നു. അവൻ ആടിൻ്റെ കൂടെ, അല്ലെങ്കിൽ ആടുകളെ മേയ്ക്കുകയായിരുന്നെങ്കിലും അവനെ കാണാൻ വളരെ ഭംഗിയുള്ളവനായിരുന്നു. പവിഴ നിറമുള്ളവൻ, സുനേത്രൻ, കോമള രൂപിയും ആയിരുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. കാരണം അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അവനിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശമൂവേലിനെ, അല്ലെങ്കിൽ ആ ഒരു വർണ്ണന അവിടെ കൊടുത്തിരുന്നത്. ആടുകളെ മേയ്ക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ശമൂവേലിന് അങ്ങനല്ല തോന്നിയത്. അവൻ പൗഴ നിറമുള്ളവൻ, സുനേത്രൻ, കോമള രൂപിയും ആയിരുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ 7 പേരെ തള്ളിക്കളഞ്ഞു. അവരല്ല തിരഞ്ഞെടുപ്പ്. എന്താണ്, അവനെ കണ്ടപ്പോൾ തന്നെ ദൈവം പറഞ്ഞു, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു. ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ തന്നെ എന്താണ്, ശമൂവേൽ തൈലക്കൊമ്പ് എടുത്തുകൊണ്ട് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്യുവാനിടയായി. അന്നു മുതൽ എന്താണ്, ദൈവത്തിൻ്റെ, യഹോവയുടെ ആത്മാവ് ദാവീദിൻ്റെ മേൽ വന്നു എന്നാണ് പറയുന്നത്. പിന്നീട് വഴി നടത്തിയത് യഹോവയുടെ ആത്മാവാണ് ദാവീദിനെ. അത് കഴിഞ്ഞിട്ടൊരു വാക്യം കൊണ്ട് എഴുന്നിട്ടുണ്ട്, ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി, യഹോവ അയച്ച ഒരു ദുരാത്മാവിനെ ബാധിച്ചു. അപ്പോൾ അതിനു മുന്നേ ഉള്ള ശൗല്, അഭിഷേകം ചെയ്തിരുന്ന ശൗല് ദൈവഹിതപ്രകാരമല്ലാത്ത ജീവിതം, അല്ലെങ്കിൽ അവൻ ദൈവത്തിന് ഹിതമല്ലാത്തത് പ്രവർത്തിച്ചതുകൊണ്ട്, ദൈവം പറഞ്ഞ പോലെ ചെയ്തില്ല, അനുസരണക്കേടാണ് ചെയ്തത്. അതുകൊണ്ട് അവനെ എന്താണ്, ആ ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുമാറുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ദാവീദിനെ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ദാവീദ് എന്താണ് പറയുന്നത്, ആട്ടിടയനായിരുന്നെങ്കിലും അവൻ ദൈവത്തെ സ്തുതിക്കുന്നവൻ, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സഹോദരന്മാരുണ്ട്, അല്ലെങ്കിൽ അനേകർ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. എന്നാൽ ദൈവത്തെ ആരാധിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുമ്പോൾ ദൈവത്തെ അങ്ങനെ ആരാധിക്കുന്നു, ദൈവത്തോട് എത്ര കണക്ഷൻ ആയിരിക്കുന്നു, ആ ഒരു ബന്ധത്തിലായിരിക്കും. ദാവീദ് അങ്ങനെയുള്ളവനായിരുന്നു. അതുകൊണ്ടായിരുന്നു ദൈവം അവനെ തിരഞ്ഞെടുത്തതും. ആ 7 പേരെ സെലക്ട് ചെയ്തില്ല. 7 പേരെ എന്താണ്, അവരെ വേണമെങ്കിൽ അപ്പൻ്റെ കൂടെയുള്ളവരാണ്, ആടിനെ മേയ്ക്കുവാൻ ദൂത് പോകുന്നവരല്ലായിരുന്നു, അവരെ തിരഞ്ഞെടുക്കുമായിരുന്നു. എന്നാൽ അതെല്ലാം തള്ളിക്കറിഞ്ഞിട്ട് ദാവീദിനെ സെലക്ട് ചെയ്ത് ആ ദൈവത്തിൻ്റെ ഒരു നിയോഗം, ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് അവനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശമൂവേൽ അവനെ അഭിഷേകം ചെയ്തത്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ആത്മാവ് പിന്നീട് അവനെ നിയന്ത്രിച്ചത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ആയിരിക്കണം. നിങ്ങൾ യേശുവിനെ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾ യേശുവിനെ കണ്ടെത്താത്ത വ്യക്തിയായിരിക്കാം, എന്നാൽ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊരു തീരുമാനമെടുക്കുക. കാരണം ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാകുന്നു. ഹല്ലേലൂയ. ആ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ ഇന്നു മുതൽ എടുക്കുക. കാരണം ആരാലും, ഈ ലോകത്തിലുള്ള ആരാലും തള്ളിക്കളയുമായിരിക്കും നമ്മൾ, എന്നാൽ യേശു നമ്മളെ തിരഞ്ഞെടുക്കുന്നു. ഹല്ലേലൂയ. 7 പേർ ഉണ്ടായിട്ടും ആ ദാവീദിനെ ഹല്ലേലൂയ തിരഞ്ഞെടുത്തെങ്കിൽ, ആ ആട്ടിടയനാകുന്ന, ആ ആടിനെ നോക്കുന്ന ആ ജോലിയിലായിരിക്കുന്ന ദാവീദിനെ തിരഞ്ഞെടുത്തെങ്കിൽ, നമ്മളെ ഓരോ വ്യക്തികളെയും യേശു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ട് ദൈവഹിതപ്രകാരം നമ്മൾ ജീവിക്കും, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഹല്ലേലൂയ, ആ ഒരു തിരഞ്ഞെടുപ്പും ആ ഒരു അഭിഷേകം, ദൈവത്തിൻ്റെ ആ ഒരു അഭിഷേക മുദ്ര നമ്മളിലേക്ക് പകരപ്പെടുവാൻ ഇടയായിത്തീരും. പിന്നീട് പ്രവർത്തിക്കുന്നത് നമ്മളല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുമിച്ച് നമുക്കൊരു തീരുമാനത്തോടുകൂടെ
മുന്നേറാം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാനത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. വരും ജീവിതത്തിൽ ആ അഭിഷേകം എൻ്റെ മേൽ പകർന്നതുകൊണ്ട് ആ അഭിഷേകമാകുന്നു എൻ്റെ ജീവിതത്തിൽ ഇനി നിലനിർത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുമിച്ച് ആ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് ഏറ്റെടുക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോബി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ സന്നിധിയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഫേസ്ബുക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന, ഈ പാട്ട്, വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി ദൈവം സഹായിക്കണം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയും സന്തോഷപാതിയുടെ ആകുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന ഞെട്ടിക്കാശ്രമം യേശുനാമത്തിൻ്റെ ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളോട് ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകം സിസ്റ്റർ രേഖ, സിസ്റ്റർ അക്ഷിത, ജോൺ തോമസ് പ്രിയച്ചാന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ കണ്ട ബ്രദർ ജിബിൻ മനോഹരൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങളോട് വീണ്ടും ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ ലൈവുകളും നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും കാണാനുള്ള പ്രത്യാശയോടെ ഇന്നത്തെ ലൈവ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.